ഇപ്രാവശ്യം പുതുപ്പള്ളിയിൽ ആര് ജയിക്കുമെന്നാണ് തോന്നുന്നത്? ചാണ്ടിയമ്മ ജയിക്കും. എന്തുകൊണ്ട് എത്ര ഉറപ്പിച്ച് പറയുന്നത്? ഉറപ്പിച്ച് പറഞ്ഞു ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. UDF തന്നെ വരണം. എന്തുകൊണ്ടാണ് 10 വർഷത്തെ ഭരണം 10 വർഷം വരണമെന്ന് ഞങ്ങൾ കൃഷിക്കാരനാണ്. ആ, ഞങ്ങൾക്ക് ഒരു ആനുകൂല്യവും കിട്ടിയിട്ടില്ല. മറ്റേ ആണ്ട് രാധാകൃഷ്ണൻ എന്ന് പറയണ്ട അതായിരിക്കുന്ന പുള്ളിയുണ്ട്. അയാളെ ഇവിടെയൊന്നും ഒരു പരിചയം പോലും ഈ നാട്ടുകാർക്ക് എവിടെയുള്ളതാണെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല. ഇതിപ്പോൾ 10 കൊല്ലം LDF ഭരിച്ചതല്ലേ, സാധാരണ അങ്ങനെ ഭരിക്കുന്നതല്ലല്ലോ. ഇപ്പോൾ ഇനിയൊരു മാറി ഭരിക്കുന്നതല്ലേ നല്ലത്. കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ചെയ്യുന്നതായിട്ട് പറയാൻ പറ്റുകയില്ല. അതിനുള്ള അവസരങ്ങൾ വന്നല്ലോ, ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്ര നാളല്ലേ ആയുള്ളൂ. അപ്പോൾ കാര്യങ്ങൾ മണ്ഡലത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും അങ്ങനെയുള്ള ഇടപെടലുകൾ കാര്യമായിട്ടുണ്ടായിട്ടില്ല. പുതുപ്പള്ളി നല്ല പ്രവർത്തനമാണ് ചാണ്ടിയമ്മ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല പ്രവർത്തനമാണ്. അദ്ദേഹം തന്നെ ജയിക്കുന്നതാണ് എൻ്റെ കണക്കൂട്ടൽ. പുള്ളി ചാണ്ടിയമ്മ. എന്തുകൊണ്ട് എത്ര ഉറപ്പിച്ച് പറയുന്നത്? ചാണ്ടിയമ്മ ഉറപ്പിച്ച് പറഞ്ഞാൽ ചുമ്മാ പറയുന്നൊന്നുമല്ല, അങ്ങനല്ല. പുള്ളി ഒരു 50,000 ഭൂരിപക്ഷം പുള്ളി ചെയ്യും. പുതുപ്പള്ളിയിൽ ആര് ജയിക്കുമെന്നാണ് ചേട്ടന് തോന്നുന്നത്? പുതുപ്പള്ളി ചാണ്ടിയമ്മനെ ജയിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്നത്? പുള്ളി അതുപോലെ നല്ലൊരു നേതൃത്വത്തിൻ്റെ ആളാണ്. കാര്യങ്ങളൊക്കെ ചെയ്യുന്ന MLA ആണ്. അതെ അതെ, അവിടെ പ്രവർത്തനങ്ങളൊക്കെ ചേട്ടൻ എങ്ങനെയാണ്? അതൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും. ഈ പോസ്റ്ററും പിന്നെ ബാനറും ഒന്നും ഇല്ലാതെ ഒരു ഇലക്ഷനെ നേരിടുവാണ് ചാണ്ടിയമ്മ. അതിനെപ്പറ്റി എന്താ പറയുക? അതിനെപ്പറ്റി എന്നാ പറയാനോ, അതും പുള്ളിയുടെ പ്രവർത്തനം കൊണ്ടാണ്. ആണല്ലേ. ഈ സംസ്ഥാനത്ത് ആര് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു? പിണറായി വരണമെന്നോ, പിണറായി വരണമെന്നോ. പിണറായി വരണം. ഇലക്ഷനിൽ ആര് ജയിക്കുന്നു? ഇലക്ഷൻ ചാണ്ടിയമ്മ തന്നെ ജയിക്കും. എന്തുകൊണ്ട് എത്ര ഉറപ്പിച്ച് പറയുന്നത്? ഉറപ്പിച്ച് പറയാൻ 32,000 വോട്ട് പുള്ളി കഴിഞ്ഞ പ്രാവശ്യം ജയിക്കും. കഴിഞ്ഞ പ്രാവശ്യം 32,000 വോട്ടിലായിരുന്നു. അതുകൊണ്ട് ചാണ്ടിയമ്മ തന്നെ ജയിക്കും. ആളുടെ പ്രവർത്തനങ്ങളോ? പ്രവർത്തനം നല്ല പ്രവർത്തനം. വീടുകൾ ഇഷ്ടം പോലെ വെച്ച് കൊടുക്കുന്നത്, വീടുകൾ ഇഷ്ടം പോലെ വെച്ച് കൊടുക്കുന്നില്ലേ. ഞങ്ങൾ ഉപകാരം ചെയ്യുമ്പോൾ ആ പുള്ളിക്കല്ലേ വോട്ട് ചെയ്യത്തുള്ളൂ എല്ലാവരും. ഇപ്രാവശ്യം ഈ പോസ്റ്ററും ഇതൊന്നും ഇല്ലാതെ പോസ്റ്ററൊന്നുമില്ല. അത് ഇപ്പം വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയല്ലേ പുള്ളി അത് വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭമല്ല ഉണ്ടാകുന്നത്. ആ പൈസ കൊണ്ട് മുഴുവൻ പോസ്റ്റർ വേണ്ടെന്ന് വെച്ചതിൻ്റെ ഉദ്ദേശം അതാ, വീടുകൾ വെച്ച് കൊടുക്കാൻ വേണ്ടി. പറഞ്ഞു മനസ്സിലായി. വീടുകളും പാവപ്പെട്ടവരെ സഹായിക്കുക, അതാണ് മെയിനായിട്ടുള്ള കാര്യം. ചാണ്ടിയമ്മ കാര്യങ്ങളൊക്കെ ഇവിടെ മണ്ഡലത്തിൽ പിന്നെ മഞ്ഞാണ്ടി ചെയ്യുന്ന പോലെ ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ഫാദർ ചെയ്യുന്ന പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഭൂരിപക്ഷം കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് നമുക്കിപ്പം പറയാനൊക്കെ, അത് ജനങ്ങൾ വോട്ട് ചെയ്യും. ഉമ്മൻചാണ്ടി ചാണ്ടിയമ്മ 40,000 മുകളിൽ, 45 താഴെ. എന്തുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ച് പറയുന്നത്? എന്നാന്ന് വെച്ചാൽ പുള്ളിയുടെ പ്രവർത്തനം ഈ ചുരുങ്ങിയ കാലം കൊണ്ട് അത്രയും പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റിയെന്നാണ് മറ്റേന്നുള്ളത് ഉറപ്പ്. 45 താഴെ, 40-നും 45-നും താഴെ ഒരു ഭൂരിപക്ഷം. ആള് കാര്യങ്ങളെല്ലാം നാടിന് വേണ്ടി ചെയ്തെന്നാണ്. ആ പിന്നെ പറഞ്ഞു ചോദിച്ചു പറയാം. ഓക്കെ. ഈ പോസ്റ്ററും ബാനറും ഒന്നും ഇല്ലാതെ എന്തുകൊണ്ട് എന്നാന്ന് വെച്ചാൽ ആ പൈസ പാവപ്പെട്ടവർക്ക് കൊടുക്കണം. പണിയുന്നുണ്ട്, ഒരു ഒത്തിരി പേരായി. ഏതാ ഈ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം ഒരു ബാനർ അടിക്കണമെങ്കിലും ഒരു ചിലവ് എന്ന് പറഞ്ഞാൽ 35-40 ലക്ഷം രൂപ ആവുമല്ലേ. നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മൾ ഏതാ ചിലവ്. ഇപ്പം ഇതിനകത്ത് അങ്ങേയറ്റം പുള്ളിക്ക് അങ്ങേയറ്റം ഒരു 1 ലക്ഷത്തി അല്ല 2 ലക്ഷം രൂപയൊക്കെ ആവുകയാണ്. എന്നുവെച്ചാൽ ഈ പ്രചരണം ഉറപ്പ് കേസ് കേട്ടോ. ഈ സംസ്ഥാനത്ത് ആര് അധികാരത്തിൽ വരണമെന്നാണ് ഇപ്പം UDF തന്നെ വരണം. എന്തുകൊണ്ടാണ് 10 വർഷത്തെ ഭരണം 10 വർഷം വരണമെന്ന് ഞങ്ങൾ കൃഷിക്കാരനാണ്. ആ, ഞങ്ങൾക്ക് ഒരു ആനുകൂല്യവും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഒരു ആനുകൂല്യവും. ഞങ്ങളെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് ഞാൻ വെള്ളം അടിക്കുന്ന ആളാണ്. സോറി, നമ്മൾ രാവിലെ തൊട്ട് കൃഷിപ്പണി ചെയ്യുന്നു. നമുക്കൊരു ആനുകൂല്യം കിട്ടുന്നില്ല. ഈ UDF ഉണ്ടായിരുന്നപ്പോൾ ഇല്ലേ, ഞങ്ങൾക്ക് കൃഷിഭവനിൽ നിന്ന് പൈസ ആവശ്യത്തിന് കിട്ടുക. അവർ വന്ന് നോക്കും. ഈ കൃഷിഭവനിൽ നാൾ വരും, നമ്മുടെ കൃഷി നോക്കും. അവർ 500 മറ്റേ 10-700 വാഴ വെക്കുന്നത്. അവർ വന്ന് നോക്കിയിട്ട് അതനുസരിച്ച് 30 രൂപ 40 രൂപ വെച്ച് നമുക്ക് തരും. ഇത് 10 വർഷമായിട്ട് നമുക്ക് 10 രൂപ കിട്ടില്ല. സർക്കാരിന്റെ ഭരണം മോശമായിരുന്നു. മോശമെന്ന് പറഞ്ഞാൽ 99% മോശം. എന്നുവെച്ചാൽ നമ്മുടെ അനുഭവം എന്നായിരിക്കാം. ഞാൻ കോൺഗ്രസ് തന്നെയാണെന്ന് പറഞ്ഞാലും ഞാൻ LDFന് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്കൊരു കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് തരണ്ടേ.
ഇപ്രാവശ്യം പുതുപ്പള്ളിയിൽ ആര് ജയിക്കുമെന്നാണ് തോന്നുന്നത്? ചാണ്ടിയമ്മ ചെയ്യും. എന്തുകൊണ്ട് എത്ര ഉറപ്പിച്ച് പറയുന്നത്? ഉറപ്പിച്ച് പറഞ്ഞു ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആളുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ആള്. മണ്ഡലത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ്. നല്ലൊക്കെ ചെയ്തിട്ടുണ്ട്. ഉണ്ട്, ചെയ്തിട്ടുണ്ട്. എന്താണ് അതിനകത്ത് എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണുള്ളത്? കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ. ഈ പോസ്റ്ററും ബാനറും ഒന്നും ഇല്ലാതെ ഇലക്ഷനെ നേരിടുവാണ് ചാണ്ടിയമ്മ ഇപ്രാവശ്യം. അത് എന്ത് വിശ്വാസത്തിന്റെ പുറത്തിലായിരിക്കും? അത് എനിക്ക് സംശയമുണ്ട്. പുള്ളി ജയിക്കുമെന്ന് അറിയാം, അതുകൊണ്ടാ. ഉറപ്പാണ്. പുതുപ്പള്ളി ഇപ്രാവശ്യം ആരാ ജയിക്കുക? എന്തുകൊണ്ടാണ് ഉറപ്പിച്ച് പറയുന്നത്? പുള്ളി നല്ല പ്രവർത്തനമല്ലേ ചാണ്ടിയമ്മൻ്റെ പ്രവർത്തനം. 2.5 വർഷം കൊണ്ട് എന്തെല്ലാം 40-50 വീടോളം വെച്ചു കൊടുത്തു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. മറ്റ് സ്ഥാനാർത്ഥികളൊന്നും ശക്തരല്ല. ഒന്നുമല്ല, ശക്തരല്ല. ഈ സംസ്ഥാനത്ത് ആര് ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത്? UDF വരണമെന്ന് ആഗ്രഹിക്കുന്നു. പുതുപ്പള്ളിയിൽ ആര് ജയിക്കുമെന്നാണ് തോന്നുന്നത് ഇലക്ഷനിൽ? പുതുപ്പള്ളി ചാണ്ടിയമ്മ. എന്തുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ച് പറയുന്നത്? പ്രാവശ്യം പുള്ളി തന്നെയല്ലേ ജയിക്കുന്നത്. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഉണ്ടാകുമ്പോൾ ഉമ്മൻചാണ്ടി ജയിക്കുമായിരുന്നു. പുതുപ്പള്ളി കോൺഗ്രസ് മണ്ഡലമാണ്. ചാണ്ടിയമ്മന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല എംഎൽഎ നല്ല എംഎൽഎ, കുഴപ്പമൊന്നുമില്ല. ഈ സംസ്ഥാനത്ത് ആര് ഭരണത്തിൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? സംസ്ഥാനത്ത് LDF. ഇവിടെ ആര് ജയിക്കുമെന്നാണ് തോന്നുന്നത്? ചാണ്ടിയമ്മ ചാൻസ്. എന്തുകൊണ്ട് എത്ര ഉറപ്പിച്ച് പറയുന്നത്? ഇപ്പോൾ പൊതുവേ കോൺഗ്രസ് ജയിക്കുന്ന മണ്ഡലമാണല്ലോ. പുതുപ്പള്ളി കൊണ്ട് പറഞ്ഞ UDF ആണ്. LDF ജയിക്കാൻ സാധ്യത കുറവാണ്. ഈ മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ ചാണ്ടിയമ്മ ഉൾപ്പെടെ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെല്ലാം മോശമാണെന്ന് തോന്നുന്നുണ്ട്. അല്ല, അങ്ങനെ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. പൊതുവേ നമ്മുടെ മണ്ഡലത്തിൻ്റെ പ്രത്യേകത പറഞ്ഞെന്നുള്ളൂ. പുള്ളി അസംബ്ലി പൊതുവേ UDF അനുകൂലമാണ്. ചാണ്ടിയമ്മന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ പ്രവർത്തനം ഇപ്പോൾ പിള്ളേർ സെറ്റിന് കൈയെടുത്തുള്ള ഒരു വർക്കാണല്ലോ പുള്ളിയുടെ. പൊതുവേ 18 വയസ്സ് അവരെല്ലാം കയ്യിലെടുത്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ ആളിവിടെ? കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ചെയ്യുന്നതായിട്ട് പറയാൻ പറ്റില്ല. അതിനുള്ള അവസരങ്ങൾ വന്നല്ലോ. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്ര നാളല്ലേ ആയുള്ളൂ. അപ്പോൾ കാര്യങ്ങൾ മണ്ഡലത്തിൻ്റെ വികസനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും അങ്ങനെയുള്ള ഇടപെടലുകൾ കാര്യമായിട്ടുണ്ടായിട്ടില്ല. ഈ ചുവരെടുത്തോ മറ്റേ പോസ്റ്ററുകളൊന്നും ഇല്ലാതെ ഒരു ഇലക്ഷൻ നേരിടുന്നത് ആ ഒരു കോൺഫിഡൻസ് എന്തായിരിക്കും പുള്ളിക്കുണ്ടായി? അതൊരു വലിയ ആത്മവിശ്വാസമുണ്ട് പുള്ളിക്ക്. അതുകൊണ്ടാണ് നമ്മുടെ മണ്ഡലത്തിൻ്റെ പ്രത്യേകതയാണ് പുള്ളി. അസംബ്ലി മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കാര്യം ഉമ്മൻചാണ്ടി നിരവധി 56 തവണ മത്സരിച്ച് ജയിച്ച മണ്ഡലമല്ലേ. സ്വാഭാവികമായിട്ടും അത് അതിൻ്റെ ഒരു പിന്തുടർച്ച എന്നാലേ പുള്ളിക്ക് ആ വോട്ടുകൾ കിട്ടുന്ന വിശ്വാസം. ഈ സംസ്ഥാനത്ത് ആര് അധികാരത്തിൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഭരണമാറ്റം വേണമെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് മറ്റ് അല്ല, വേറെ അതുകൊണ്ടൊന്നും അല്ല. ഒരു മാറ്റം ആവശ്യമാണ്. ഇപ്പം 10 കൊല്ലം അടുപ്പിച്ചായില്ലേ, ഒരു മാറ്റം. LDF സർക്കാർ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു തോന്നലില്ല. എന്നാലും മാറ്റത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. ശബരിമല പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വിശ്വാസികൾക്കിടയിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വലിയ വികാരം ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം ആര് ഇവിടെ പുതുപ്പള്ളിയിൽ ആര് മത്സരിച്ച് ജയിക്കുന്നതാണ്? ഇപ്പം പ്രവചനീയമായിട്ടൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. രാഷ്ട്രീയം പറയുന്നില്ല. എന്നാലും ആര് വരണമെന്നാണ് ഇവിടുത്തെ ഇപ്പം നിലവിലെ MLA ഒരു സ്ഥാനാർത്ഥിയാണ്? MLA ഒക്കെ നല്ല MLA, ഒരു കുഴപ്പമില്ല. നല്ല MLA, കുഴപ്പമില്ല. ചാണ്ടിയമ്മന്റെ വ്യക്തിപരമായിട്ട് നല്ല MLA, കുഴപ്പമൊന്നുമില്ല. ആളുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രവർത്തനം നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്രാവശ്യം വളരെ വ്യത്യസ്തമായിട്ട് ഈ പോസ്റ്ററുകളും അത് വരട്ടെ, അത് മാറി വരട്ടെ. ഇലക്ഷൻ കഴിയുമ്പോഴുള്ളൂ, അതേപ്പറ്റി ഒന്നും പറയുന്നില്ല. സോറി. പുതുപ്പള്ളി നല്ല പ്രവർത്തനമാണ് ചാണ്ടിയമ്മ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല പ്രവർത്തനമാണ്. അദ്ദേഹം തന്നെ ജയിക്കുമെന്നാണ് എൻ്റെ കണക്കൂട്ടൽ. കോൺഫിഡൻസോടെ പറയുന്ന കാര്യം